സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണ തത്വവിചാരത്തിലെ രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ഹനുമാനെ പ്രഹസ്തൻ ചോദ്യം ചെയ്യുന്ന രംഗത്തിലാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പ്രഹസ്തൻ 3-4 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ആഞ്ജനേയൻ പറയണമുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതീപദേ ഹര ഹര മഹാദേവ. ആഞ്ജനേയസ്വാമിക്ക് ജയ്. അപ്പോൾ രാക്ഷസന്മാരെ കൊന്നത് മർക്കട പ്രകൃതാണെന്ന് പറയുന്നു. അപ്പോൾ രാക്ഷസന്മാർ തന്നെ കൊല്ലാൻ വന്നപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് രാക്ഷസന്മാരെ കൊന്നത് എന്ന് ആഞ്ജനേയൻ പ്രഹസ്തനോട് പറയുകയാണ്. അപ്പോൾ പിന്നീട് രാവണനും ഹനുമാനും തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അല്പം പോലും ബഹുമാനിക്കാതെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഹനുമാന്റെ പെരുമാറ്റം ആത്മാഭിമാനിയായിട്ടുള്ള രാവണനെ വല്ലാതെ അരിശം പിടിപ്പിച്ചു എന്നാണ്. അപ്പോൾ ക്രോധം സഹിക്കാൻ കഴിയാതെ അവസാനം രാവണൻ ഹനുമാനെ കൊല്ലാൻ തന്നെ കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ധർമ്മനിഷ്ഠനായിട്ടുള്ള വിഭീഷണൻ അടുത്തു വന്ന് ജ്യേഷ്ഠനായ രാവണനെ ഗുണദോഷിച്ചുകൊണ്ട് ദൂതനെ വധിക്കാൻ പാടില്ലെന്നും രാജനീതിയെ രാവണനെ ഓർമ്മിപ്പിച്ചു. എങ്കിലും അവയവത്തെ ഛേദിക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ശിക്ഷയും കൊടുക്കുകയോ ചെയ്യാമെന്നല്ലാതെ ദൂതനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്നുള്ള വിഭീഷണന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് രാവണൻ ഹനുമാന്റെ വാലിൽ ശീല ചുറ്റി തീ കൊളുത്താനായിട്ട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ എണ്ണയൊഴിച്ച് തീ കൊളുത്താൻ കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപ്രകാരം അസംഖ്യം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വാലിൽ ചുറ്റിക്കെട്ടി ധാരാളം എണ്ണയൊഴിച്ച് തീ കത്തിച്ചു എന്നാണ്. അപ്പോൾ കത്തിജ്വലിക്കുന്ന വാലുമായിട്ട് ഹനുമാൻ പെട്ടെന്ന് കെട്ടിൽ നിന്ന് വേർപെട്ട് അവരുടെ സഭാമധ്യത്തിൽ നിന്ന് തന്നെ പുറത്തേക്കെടുത്ത് ചാടി എന്നാണ്. അപ്പോൾ കുടുക്കിൽ ഊരിച്ചാടി സ്വതന്ത്രനായി പുറത്തെത്തിയ ഹനുമാൻ കത്തിജ്വലിക്കുന്ന വാലുമായിട്ട് ആ വാനര പ്രകൃതിക്കനുസരിച്ച് ഓരോ ഗൃഹത്തിൻ്റെയും മുകളിലേക്ക് അങ്ങനെ ചാടാൻ തുടങ്ങി. അപ്പോൾ ഹനുമാൻ ചാടുന്ന ഗൃഹങ്ങളിൽ ഓരോന്നിലും അഗ്നി കത്തിജ്വലിക്കാൻ തുടങ്ങി. വലിയ രാജകീയ ഗൃഹങ്ങളും അന്തഃപുരങ്ങളും പുരവാസികളായ മറ്റ് രാക്ഷസന്മാരുടെ ഗൃഹങ്ങൾ അങ്ങനെ ഒന്നൊന്നായിട്ട് ചടപട ശബ്ദത്തോടു കൂടിയിട്ട് അങ്ങനെ ഭയങ്കരമണ്ണമായിട്ട് അങ്ങനെ കത്തിജ്വലിച്ചു എന്നാണ് പറയുന്നത്. അല്പസമയം കൊണ്ട് ആ വമ്പിച്ച പട്ടണം മുഴുവൻ ഭയാനകമായിട്ടുള്ള രീതിയിൽ അഗ്നി ജ്വലിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ വായുപുത്രൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം അഗ്നിജ്വാലകളെ ദശഗുണീഭവിപ്പിച്ചു എന്നാണ് പറയുന്നത്. വലിയ തോതിൽ ധൂമപടലങ്ങളും അഗ്നിജ്വാലകളും തീപ്പൊരികളും ആകാശം മുഴുവൻ അങ്ങനെ വ്യാപിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റ് രാക്ഷസന്മാരുടെയൊക്കെ ആർത്തരോദനവും അതേപോലെ ശൂരന്മാരായ യോദ്ധാക്കന്മാരുടെ പ്രതികാര ബുദ്ധിയോടുകൂടിയ ധീരവചനങ്ങളും അങ്ങനെ ആകാശത്തെ മുഖരിതമാക്കി തീർത്തു എന്നാണ്. ഇപ്പോൾ രാക്ഷസചക്രവർത്തിയായിട്ടുള്ള രാവണനും മന്ത്രിപുങ്കവന്മാരും ആലോചന കൂടാതെ ചെയ്ത ഈ പ്രവൃത്തി തങ്ങൾക്ക് വലിയൊരമളിയായി തീർന്നതോർത്ത് ലജ്ജിതന്മാരായിട്ട് ഒന്നും പറയാൻ കഴിയാതെ കൊണ്ട് മുഖം താഴ്ത്തി അവരെല്ലാം നിന്നു എന്നാണ്. അപ്പോൾ സ്വയം കൃതാനർത്ഥം കൊണ്ട് അമർഷിതനായിട്ടുള്ള ഇന്ദ്രജിത്ത് വീണ്ടും ആഞ്ജനേയനെ പിടിക്കാൻ നോക്കി. പക്ഷേ അഗ്നിജ്വാലകളെ കൊണ്ട് എവിടേക്കും ഇറങ്ങാൻ വയ്യ എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ക്രോധാവിഷ്ടനായിട്ടുള്ള രാവണി കണ്ണുരുട്ടി പല്ല് കടിച്ച് നിന്നു എന്നാണ് പറയണേ, ആ ദേഷ്യമൊക്കെ അടക്കിക്കൊണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഹനുമാന്റെ പ്രവൃത്തിക്ക് കുറവൊന്നും ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ സകല ഗൃഹങ്ങളും അഗ്നിക്കിരയായി എന്നാണ്. അപ്പോൾ സർവ്വദേവന്മാരും രാവണന്റെ കൽപ്പനയെ മാനിക്കുന്നവരാണല്ലോ. ആ സ്ഥിതിക്ക് അഗ്നി എത്ര ജ്വലിച്ചാലും വരുണൻ തൻ്റെ ശക്തി കുറച്ചൊന്ന് പ്രകടിപ്പിച്ചാൽ കഴിഞ്ഞു, അഗ്നി മുഴുവൻ ശമിക്കാതെ തരമില്ല എന്നുള്ളതാണ്. പക്ഷേ ജലാതിദേവതയാണല്ലോ വരുണൻ. ശ്രീരാമൻ രാവണവധത്തിന് മിക്കവാറും തയ്യാറായി കഴിഞ്ഞു എന്നറിഞ്ഞ ദേവന്മാര് രാവണനെ പതിവ് പോലെ
ഭയപ്പെടുകയോ രാവണാജ്ഞ മാനിക്കുകയോ ചെയ്യാതായി എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തിട്ടും വിശേഷിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പട്ടണം മുഴുവൻ അങ്ങനെ കത്തി വെണ്ണീറായി എന്ന് പറയുന്നു. ഇപ്പൊ കണക്കില്ലാത്ത സ്വത്ത് നശിച്ചു, അനേകം ആളുകളും മരിച്ചു. അപ്പൊ ആദ്യം തന്നെ അശോകവനം മുഴുവൻ അങ്ങനെ അങ്ങോട്ട് നശിപ്പിച്ചതിന് ശേഷം അസംഖ്യം സൈന്യങ്ങളെയും കൊന്നു, പഞ്ചസേനാധിപന്മാരെയും അക്ഷകുമാരനെയും കൊന്നു. ഇപ്പൊ പട്ടണം മുഴുവൻ ദഹിപ്പിക്കുകയും ചെയ്തു, അസംഖ്യം പൗരന്മാരെ കൊല്ലുകയും ചെയ്തു ഹനുമാൻ. അപ്പോൾ ഒരു കുരങ്ങൻ വരുത്തി തീർത്ത ആപത്തോർത്ത് രാവണൻ ലജ്ജിച്ചു എന്നാണ്. ഇന്ദ്രാദി ദേവശ്രേഷ്ഠന്മാർ കൂടി രാക്ഷസ ചക്രവർത്തിയുടെ പേര് കേട്ടാൽ ഞെട്ടുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള രാവണന്റെ അരമനയിൽ കിടന്ന് ഇത്രയും കടുത്ത അക്രമങ്ങൾ കാണിക്കാൻ ഒരു കുരങ്ങന് സാധിക്കണമെങ്കിൽ എന്തൊരു കാലക്കേടാണ് എന്ന് പറയേണ്ടതുണ്ടോ? എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനിയും അമളി പറ്റാതെ കണ്ടിരിക്കണമെങ്കിൽ കാവൽക്കാരെ പ്രത്യേകം താക്കീത് ചെയ്ത് നിർത്തുകയും ചെയ്തു രാവണൻ. അപ്പൊ തൻ്റെ പരാക്രമങ്ങളൊക്കെ ഇത്രത്തോളം കാണിച്ചു കൊടുത്ത ആഞ്ജനേയൻ ലങ്കാപട്ടണം മിക്കവാറും അഗ്നിക്കിരയായി എന്ന് കണ്ടു ഉടനെ ചാടി സമുദ്രത്തിൽ ചാടി തൻ്റെ വാല് മുക്കി അഗ്നി കെടുത്തി സീതാദേവിയോട് യാത്രയും പറഞ്ഞ് സുബേലപർവ്വതത്തിൻ്റെ മുകളിൽ കയറി അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അക്കരയ്ക്കെടുത്ത് ചാടി എന്നാണ്. അപ്പോൾ ആകാശമണ്ഡലം മുഴുവൻ മുഴങ്ങിക്കൊണ്ടുള്ള അട്ടഹാസത്തോടെ വായുവേഗത്തിലെ ആകാശത്തുകൂടി വന്ന് മഹേന്ദ്രപർവ്വതത്തിൽ വന്നു ചേർന്നു എന്നാണ്. അപ്പോൾ വായുപുത്ര ലങ്കയിലേക്ക് ചാടിയ മുതൽ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് വാനരസംഘം മുഴുവൻ. ഇപ്പോൾ വിദൂരയിൽ നിന്നുള്ള ഹനുമാന്റെ ശബ്ദം കേട്ടപ്പോൾ അവരൊക്കെ സന്തുഷ്ടന്മാരും കൃതാർത്ഥന്മാരുമായിട്ട് ആവേശപൂർവ്വം ആഞ്ജനേയനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവരുടെ മധ്യത്തിലാണ് മാരുതി വന്ന് ചാടി വീണത്. എല്ലാവരും സന്തോഷ ആവേശത്തോടെ നാല് ഭാഗവും തിരക്കി നിന്നു എന്നാണ്. അപ്പോൾ വർത്തമാനങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഹനുമാനാകട്ടെ മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് ചാടിയത് മുതൽ അതുവരെ നടന്ന എല്ലാ വർത്തമാനങ്ങളും അവരെ വിസ്തരിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അനന്തരം എല്ലാവരും കൂടി സന്തോഷാവേശത്താൽ ആർത്ത് വിളിച്ച് ചാടി തിമിർത്തുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്ന് പറയണം. അപ്പൊ സുഗ്രീവൻ വളർത്തി വരുന്നതും ദതിമുഖൻ എന്ന വാനരൻ സുഗ്രീവന്റെ കൽപ്പനപ്രകാരം കാത്തു സംരക്ഷിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു തോട്ടമുണ്ട് ഈ വഴി മധ്യത്തില്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിശന്ന് ക്ഷീണിച്ചവരായിരുന്നതിനാൽ തോട്ടത്തിൽ കടന്ന് ഇഷ്ടം പോലെ പഴങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തോട്ടക്കാരനായിട്ടുള്ള ദതിമുഖൻ അവരെ എതിർത്ത് ആട്ടി ഓടിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ദതിമുഖനെ ആട്ടി ഓടിച്ചു എന്നാണ്. അയാൾ നേരെ മഹാരാജാവായിട്ടുള്ള സുഗ്രീവന്റെ സന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിച്ചു എന്നാണ്. അപ്പോൾ സുഗ്രീവന് കാര്യം മനസ്സിലായി. എന്താ അവര് സീതാദേവിയെ കണ്ടുവരുന്നവരാണ്, അതാണ് ഇത്ര ധൈര്യത്തോടെ തോട്ടത്തിൽ കയറി അക്രമം കാണിക്കുന്നത് എന്ന് ബോധ്യമായി. ഉടനെ അവരോട് വേഗത്തിൽ വരാൻ പറയണമെന്നും പറഞ്ഞ് ദതിമുഖനെ മയക്കി അയച്ചു എന്നാണ്. പിന്നെ അധികം താമസിയാതെ വാനരസംഘം ഋഷ്യമുഖാചലത്തിലെത്തി വായുപുത്രൻ ഭഗവാനെയും സുഗ്രീവനെയും വണങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട് മുതൽക്കുള്ള എല്ലാ വർത്തമാനങ്ങളും അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു. സീതാദേവി തന്നയച്ച ചൂടാരത്നത്തെയും ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. സന്തോഷാവിഷ്ടനായി ഭഗവാൻ ആഞ്ജനേയനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയാണ് സുന്ദരകാന്ഡം അവസാനിക്കുന്ന ഭാഗം. അപ്പോൾ തീവ്രമുമുക്ഷുവായിട്ടുള്ള ഒരു സാധകൻ ബ്രഹ്മവിദ്യയെ അറിയലാണ് സുന്ദരകാന്ഡത്തിലെ താത്വിക വശമെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചുല്ലോ. അപ്പൊ തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തനായി സങ്കല്പസ്വരൂപവും മൂന്ന് കാലത്തും ഇല്ലാത്തതും എന്നാൽ വർത്തമാനകാലത്ത് ഉള്ളതെന്ന് ദൃഢപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള സംസാരത്തിന്റെ മറുകരയിലേക്ക് കടക്കലാണ് ഈ സമുദ്രലംഘനമെന്നും നമ്മൾ സൂചിപ്പിച്ചു വെക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ ദ്രഷ്ടാവും ഭോക്താവും ജ്ഞാതാവും എന്ന് അഭിമാനിക്കുന്ന മൂഢനായ ജീവന്റെ മോഹം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തന്നെയാണ് സംസാരത്തിന്റെ ഹേതു എന്നാണ്. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെ സമുദ്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും. അപ്പോൾ മോഹസമുദ്രത്തിന്റെ ലംഘനം തന്നെ സമുദ്രലംഘനം അല്ലേ. അപ്പോൾ പല പല സങ്കല്പങ്ങളാകുന്ന തിരമാലകളെ കൊണ്ട് രാഗാദി വികാരങ്ങളാകുന്ന ജലജന്തുക്കളെ കൊണ്ടും തൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും വ്യാമോഹമാകുന്ന അപാരത കൊണ്ടും
അർത്ഥധാരാദികളാകുന്ന ആവർത്തനങ്ങളെ കൊണ്ടും അത്യന്ത ഭയാനകമായ മോഹന അല്ലെങ്കിൽ മോഹസമുദ്രത്തെ ലംഘിക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല, വിഷമം പിടിച്ചൊരു പണി തന്നെയാണ് എന്നാണ്. അതാണ് വാനര സംഘത്തിൽ വളരെ ആളുകൾ ഉണ്ടായിട്ടും ആർക്കും സാധിക്കാതെ ഹനുമാൻ ഒറ്റയ്ക്ക് ചാടേണ്ടി വന്നതിൻ്റെ കാരണം തന്നെ. അപ്പോൾ എത്രയോ കോടി ജനങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകളെ ഈ മോഹസമുദ്രത്തെ ലംഘിക്കാൻ സമർത്ഥന്മാരാകാറുള്ളൂ എന്നുള്ളതാണ്. ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് എന്നാണ്. അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്രലംഘനത്തിൽ സമർത്ഥനായിട്ട് കാണിച്ചിരിക്കുന്നതിൻ്റെ താല്പര്യവും. അപ്പൊ കൂടാതെ മനുഷ്യപ്രയത്നം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹവും വേണം എന്ന് കാണിക്കാനാണ് പോരുമ്പോൾ ഭഗവാൻ ഹനുമാനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും. അപ്പോൾ അതിനും പുറമെ ഭഗവാൻ കയ്യിലെ മോതിരവും ഹനുമാൻ വശം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മോതിരം എന്ന് പറഞ്ഞാല് കയ്യിനെ അലങ്കരിക്കാനുള്ള വസ്തു എന്നർത്ഥമാണ് അല്ലെ. അപ്പൊ കയ്യിന് അലങ്കാരം കർമ്മമാണ് അല്ലെ. അപ്പൊ അത് മുഴുവൻ ഈശ്വരാത്മാവാകണമെന്നർത്ഥം. അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്കൽ അടങ്ങി സർവവും ഈശ്വരങ്കൽ പൂർണ്ണമായി അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് മോഹസമുദ്രത്തെ ലംഘിക്കാൻ പ്രാപ്തനായി തീരുന്നത്. ആ നിലയിലാണ് ആഞ്ജനേയനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിലെ രാമാങ്കുലീയവും നാവിൽ രാമനാമവും മനസ്സിൽ രാമസ്വരൂപമുള്ള തനിക്ക് ഈ സമുദ്രത്തെ ചാടിക്കടക്കുക എന്നത് എത്ര നിസ്സാരമാണെന്നാണ് ഹനുമാൻ ചോദിക്കണത്. അപ്പോൾ സമ്പൂർണ്ണ ഈശ്വരാശ്രയത്തിൽ കൂടിയും ഈശ്വര വിശ്വാസത്തിൽ കൂടിയും ആ ധീരത വന്നിട്ടുള്ള സാധകനാവണം. എന്നാൽ തന്നെ അനേകം പ്രതിബിംബങ്ങൾ പിന്നെയും വന്നു ചേരാനുണ്ട്. അതാണ് ആ സമുദ്രമധ്യത്തിൽ സൂചിപ്പിച്ചതായിട്ടുള്ള അത്യാഹിതങ്ങൾ. അപ്പോൾ ഈശ്വരവിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാറാവണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാധകനാണ് ബ്രഹ്മവിദ്യയെ അറിയാൻ പ്രാപ്തനാവുന്നത്. അപ്പോൾ താത്വിക സ്വരൂപത്തിൽ കൂടി വീക്ഷിക്കുമ്പോൾ എന്താണ് ഈ സമുദ്രലംഘനം? ഉത്തമാധികാരിയായിട്ടുള്ള സാധകന്റെ നിലയാണ് ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. അപ്പോൾ എന്തിനാണ് വാനരനാക്കി ചിത്രീകരിച്ചത് സാധകനെ എന്നാണെങ്കിൽ അതിനും ഉത്തരവുണ്ട് എന്നുള്ളതാണ്. ഒരാളെ സാധകനോ സംസാരിയോ ഉത്തമനോ അധമനോ എല്ലാം ആക്കി തീർക്കുന്നത് അയാളുടെ മനസ്സാണ് അല്ലേ. അപ്പൊ മനസ്സുകൊണ്ടാണ് സംസാര സമുദ്രത്തെ ചാടുകയും ബ്രഹ്മവിദ്യയെ പ്രാപിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോ മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നത് അല്ലേ. അപ്പൊ മനസ്സ് ഓരോരുത്തരുടെയും ചപലമാണ് എന്നാ പറയണേ. അപ്പോൾ ചപലമായ മനസ്സിനെയാണ് വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് സകല ചാബല്യങ്ങളെയും വിട്ട് അത്യന്തം ഏകാഗ്രവും പരമ പരിശുദ്ധവുമായി തീരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനസ്സിനാണ് മോഹസമുദ്രത്തിന്റെ മറുകരയ്ക്ക് ചാടി ബ്രഹ്മവിദ്യയെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെയാണ് വായുപുത്രനെ കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വായുപുത്രൻ എന്ന സംജ്ഞ കൊണ്ട് തന്നെ ഈ തത്വം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് ചാട്ടം എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. അത് അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഓം സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്.